ഹലോ ഗായ്സ്, ഈ വൺ ടാക്ക് വ്ളോഗേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മഴക്കാലമല്ല, അപ്പോൾ നമുക്ക് ചൂട് ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അതായത് അതിനൊപ്പം ഒരു ചായയും ആയാലോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വീഡിയോയ്ക്ക് പറയാൻ പോകുന്നത്. നല്ലൊരു സോഫ്റ്റ് ഉഴുന്നുവടയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അധികം നേരമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റുള്ളിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിൽ ഇടണം. ഉഴുന്ന് 2 പ്രാവശ്യം കഴുകി ഇടണം. നമുക്കതിലൊരു കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ്. മുങ്ങി കിടക്കുന്ന വെള്ളം മതി, അത് വേണ്ട. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കുകയാണ്. ഒരു ഗ്ലാസ് ഉഴുന്നിലാണ് ഇതാക്കിയിട്ട്. നമുക്കിതൊരു 2 മണിക്കൂറോളം വെള്ളത്തിൽ ഇടേണ്ടതുണ്ട്. നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമുക്കിന്ന് കറിവേപ്പില ഒരു 4-5 കറിവേപ്പില നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടാം. നമുക്ക് 3-4 പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിയാം. അതുപോലെ തന്നെ ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുഞ്ഞാന്ന് അരിയാം. അധികം നേരമില്ല, ചെറുതായിട്ടൊന്ന് അരിയാൽ മതി. നമുക്കൊരു ചെറിയൊരു സബോള എടുത്ത് അതും ചെറുതായി അരിയാവുന്നതാണ്. അധികം നേരമൊന്നും വേണ്ട. ഇതൊക്കെ ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മാത്രം മതി. ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ ചടപട പണി തീരും പെട്ടെന്ന്. അവിടെ നമുക്കൊന്ന് സബോള ചെറുതായി കുറേ അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. നമുക്കതിന് ശേഷം നമുക്കൊന്ന് അധികം വെള്ളം ചേർക്കാതെ ഉഴുന്ന് അരയ്ക്കാം 2 മണിക്കൂറിന് ശേഷം. അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലൂസ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും, പറ്റില്ല. അപ്പോൾ അധികം നേരിയൊന്നും നനവിന് വേണ്ടിയിട്ട് മാത്രം വെള്ളം അത്രേ ഉള്ളൂ. നമുക്കിതിൽ ഒരു 1/2 ടീസ്പൂണ് സോഡാപ്പൊടി ഇല്ലെങ്കിൽ ഈസ്റ്റ് എന്തെങ്കിലും ഇട്ടാൽ മതി. നമുക്ക് ചെറുതായിട്ട് വീർക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരെണ്ണം മതി വീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കതിൽ ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക്, സബോള, ഇഞ്ചി, കറിവേപ്പില കരിഞ്ഞതില്ലേ, അതൊക്കെ നമുക്ക് ഇടാം. ഈ സോഡാപ്പൊടിയാണ് അരിപ്പൊടിയാണിത്. നമുക്ക് അരിപ്പൊടി ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും ഉണ്ടെങ്കിൽ മതി. നമുക്കൊന്ന് ഒക്കെ കൂടി അളക്കാം. കൈ കൊണ്ട് അളക്കണതാണ് നല്ലത്. നമുക്ക് ടീസ്പൂണിന് അളക്കാത്തൊരു ബുദ്ധിമുട്ട്, കാരണം നമുക്ക് കൈ കൊണ്ടൊക്കെ അളക്കുമ്പോൾ ഉള്ളൊരിത് കിട്ടില്ല ആണ്. നമുക്കതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഉഴുന്നുവട ഇടാം. എങ്ങനെ അതിനുള്ള മെഷീനൊന്നുമില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള പ്രത്യേക മെഷീനൊക്കെ ഉണ്ട്. നമുക്ക് ഹോം മെയ്ഡ് ഉഴുന്നുവട തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഹോം മെയ്ഡ് ഉഴുന്നുവട കേട്ടോ. നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന പ്രൊഫഷണൽ ഉഴുന്നുവടയൊക്കെ ആവില്ലെങ്കിലും നമുക്ക് ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം, ആ രീതിയിൽ. അപ്പോൾ സുഖമായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചിലവർ ആർഭാടത്തിനൊക്കെ മെഷീനൊക്കെ വെച്ച് ഇതാക്കുന്നില്ല, അത്ര വേറൊന്നുമില്ല. നമുക്ക് സാധാരണ പോലെ തന്നെ കൈ കൊണ്ട് ഇതാക്കാം. പക്ഷെ കട്ടി വേണം, അത്രേ ഉള്ളൂ. ചിലർ വെള്ളം അധികം ഒഴിച്ച് ലൂസായാൽ പിന്നെ ഇങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല. കട്ടിയിൽ തന്നെ ഉണ്ടാക്കണം, വെള്ളം അധികം ഒഴിക്കണ്ട. നേരിയ വെള്ളം അരയ്ക്കുമ്പോൾ ചെറുതായിട്ട് ആക്കിയാൽ മതി എന്നുള്ളൂ, തെളിച്ച് കൊടുത്താൽ മതി. നമുക്കൊരു വശം മറിച്ചിടാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ചിടാം. അപ്പോൾ ഒരു ബ്രൗൺ കളർ ഇങ്ങനത്തെ ഒരു കളർ വന്നു തുടങ്ങും. അത് മറിച്ചതിന് ശേഷം പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് എടുക്കാം, പെട്ടെന്ന് കഴിയും. പിന്നെ ഇതിനൊപ്പം ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം. ചിലവർ എരിവിന് ഒരു മുക്കി വയ്ക്കാനായിട്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാറുണ്ട്, വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ.